ശ്രീ പ്രകാശൻ മാസ്റ്റർ, CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ മണ്ഡലങ്ങൾ മാറ്റി സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് കേൾക്കുന്നത്. ഒരു പിടി നല്ല നേതാക്കളെ അവതരിപ്പിച്ചു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നേട്ടമായി കാണുന്നുണ്ടോ LDF? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഭരണം സംബന്ധിച്ചും ആ ഭരണത്തോട് കോൺഗ്രസും BJPയും സ്വീകരിക്കുന്ന നിലപാട് സംബന്ധിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം ഈ കാലത്ത് ഞങ്ങൾ നടത്തുകയുണ്ടായി. ഗവൺമെൻറ് ലെവലിൽ നവകേരള സദസ്സ് എന്നുള്ള പേരിലും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റുമെല്ലാം ചേർന്ന് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും അതിന് കോൺഗ്രസ് നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം, ഈ രണ്ട് കാര്യങ്ങളെയും കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭയാത്ര കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചത്. അത് എത്രമാത്രം വേഗത്തിലാണ് ചീറ്റിപ്പോയത് എന്നുള്ളത് അതിന് തുടക്കം മുതലേ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് അതിൻ്റെ സമാപന പരിപാടിയിൽ സുധാകരൻ ഒരുപാട് നേരം സംസാരിച്ചത് ഇത്തരം പരിപാടികളിൽ ഒന്ന് ഇരുന്ന് കേൾക്കാൻ കോൺഗ്രസിൻ്റെ അടികൾ സന്നദ്ധമാകണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എത്രമാത്രം വലിയ നിലയിലുള്ള ഒരു ഒറ്റപ്പെടലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്നത് എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് ആവശ്യമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ശത്രുതാപരമായ നിലപാട് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നു. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഇന്ത്യയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിപ്രധാനമാണ്, ഈ കാര്യം സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ അനുകൂലമായ മുന്നേറ്റമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് ഇരട്ടിയായത് വെറുതെയല്ല, കോൺഗ്രസിൻ്റെ സീറ്റ് പാതിയായി പോയത് വെറുതെയല്ല. ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നുള്ളതിന് മേലെയാണ്. എന്നാൽ അത്തരം ഒരു വിഷയത്തിൽ കൃത്യമായ നിലക്ക് തന്നെ ജനങ്ങളുടെ ചിന്തയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ നടത്തിയ ശ്രമത്തോട് എന്താ കോൺഗ്രസിൻ്റെ പ്രതികരണം? കോൺഗ്രസ് അക്കാര്യത്തിൽ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടെന്താ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബദൽ പരിപാടി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പോകുന്നുവെന്ന് മാത്രമല്ല, ഇവിടെ നിരവധി പാർട്ടികളുടെ മുന്നണി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്ത് നല്ല ഐക്യത്തോടെ സീറ്റുകൾ വിഭജിച്ചു, സ്ഥാനാർത്ഥികളെ 20 സീറ്റിലേക്ക് പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പോലെ ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ സിറ്റിംഗ് MPമാരെയും മത്സരിപ്പിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് UDFന് 18 MPമാരെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. 18 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയായി. എന്നാൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് പ്രകാശ് മാസ്റ്റർ, CPIഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നല്ലോ, അപ്പോൾ സിറ്റിംഗ് MPമാരെ കൊണ്ട് അവരുമായി ഏറ്റുമുട്ടാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തി എന്നാണോ താങ്കൾ അതിനെ കരുതുന്നത്? എതിരാളികളെ അറിഞ്ഞു വേണമല്ലോ കളിക്കാൻ. അല്ല, ഇതിലെന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എത്രമാത്രം കേരളത്തിന് പ്രിയങ്കരരാണ് എന്നുള്ളത് അവർ ഇറങ്ങിയിരിക്കുന്ന കഴിഞ്ഞ 3 ദിവസക്കാലമുള്ള പര്യടനത്തിലൂടെ വളരെ വ്യക്തമാണ്. അവരെ ആശീർവദിക്കാൻ, അവരോട് സ്നേഹം പങ്കിടാൻ, അവരെ സ്വീകരിക്കാൻ ആളുകൾ കാണിക്കുന്ന വലിയ ആവേശം അത് തീർച്ചയായിട്ടും UDFന് വലിയ നിലക്ക് ഭയപ്പെടുത്തുന്നുണ്ട്, കോൺഗ്രസിനെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മറിച്ചാലോചിക്കാൻ അവർ നിർബന്ധമാകുന്നു എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. അവർ നടത്തിയിരിക്കുന്ന ഒടുവിലത്തെ പ്രചരണ ജാഥ, അതിനോട് ജനങ്ങൾ കാണിക്കുന്ന നിസ്സംഗത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ നൽകുന്ന വലിയ വരവേൽപ്പ്, ഇതെല്ലാം കേരളത്തിൻ്റെ മനസ്സെന്താണ് എന്നുള്ളത് അവർ നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ ഭീതിയോടെ മാത്രമേ അവർക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതാണിപ്പോൾ ഒടുവിലെ നിമിഷങ്ങളിൽ അവർ ആലോചിക്കുന്നത്. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ പരിഹാസ്യമാവുന്ന കോൺഗ്രസ്, അതാണ് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക.